ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നോക്കിയാലോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയിൽ ആയുർവേദ സ്പോർട്സ് മെഡിസിൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇതെൻ്റെ ഡേ 3 ആണ്. സോ രാവിലെ നമ്മളൊരു 7 മണിയോടുകൂടെ തന്നെ ഉറക്കം എണീറ്റ് ഫസ്റ്റ് പരിപാടി തന്നെ ഫ്രഷപ്പും കാര്യങ്ങളാണ്. അതിന് മുന്നേ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയാനെ കൊണ്ട് എൻ്റെ മുട്ടിനൊരു ഇഞ്ചുറി ആയിട്ടൊരു 3 ഇയേഴ്സിന് മുന്നേ ഇഞ്ചുറി ആയതായിരുന്നു. അത് ഞാൻ കേരളത്തിൽ തന്നെ പല ഹോസ്പിറ്റൽ ലൈറ്റിൽ അല്ലെങ്കിൽ കോഴിക്കോട് ആയുർവേദം ഹോമിയോ എല്ലായിടത്തും ഞാൻ കൊണ്ട് കാണിച്ചിട്ട് എനിക്കൊരു റിസൾട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ എല്ലിൻ്റെ പ്രശ്നമാണ്, നടന്നതിൻ്റെ പ്രശ്നമാണ്, അതിൻ്റെ പ്രശ്നമാണ്, പാരസിറ്റാമോൾ വരെ തന്ന ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്നും സഫർ ചെയ്ത് അവസാനം ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് ഒരുപാട് നേരം നിൽക്കുന്നതുകൊണ്ട് തന്നെ മുട്ടിലേക്ക് ലോഡ് കയറിയിട്ട് അങ്ങനെ മുട്ടിൽ സ്വെല്ലിങ് ആയി. അങ്ങനെ എനിക്ക് ഇരിക്കാനും നിൽക്കാനും അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനും ഡെയിലി ലൈഫിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും നല്ലതുപോലെ സഫർ ചെയ്ത് അങ്ങനെ ഫൈനലി ഞാൻ ഫിസിയോ ചെയ്യാനായിട്ട് സ്പോർട്സ് മെഡിസിൻ നമ്മുടെ ജിമ്മി ജോർജിൽ എത്തുമ്പോഴാണ് എൻ്റെ മുട്ടിൻ്റെ പരിപാടി എന്നാണെന്നുള്ളത് അവർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ടാണ് അവർ എല്ലിൻ്റെ നമ്മുടെ എക്സ്റേ നോക്കി കഴിഞ്ഞിട്ട് എക്സ്റേ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അല്ല പ്രശ്നം, ഒരു MRI എടുക്കാമെന്നുള്ളൊരു സ്കീമിലേക്ക് എത്തി MRI എടുത്തത്. സോ അങ്ങനെയാണ് എൻ്റെ പ്രശ്നം എന്നാന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അങ്ങനെ അവിടുന്ന് ഞാൻ കണ്ടുപിടിച്ച് ഞാനിവിടെ ഇപ്പം തൊടുപുഴയിൽ വന്ന് എത്തിയിരിക്കുന്നത്. സോ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കഷായത്തിൽ നിന്നാണ്. നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5:30 ആകുമ്പോൾ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ കഷായം കുടിക്കണം. ആ കഷായം കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് ഫ്രഷപ്പും കാര്യങ്ങളും പരിപാടിയൊക്കെയാണ്. ബിക്കോസ് എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിന് വിളിക്കും. അപ്പോൾ നമ്മൾ അതിന് ശേഷം തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് റെഡിയായിട്ട് ഇരിക്കണം. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മുട്ടിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള MRI റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ACL സ്പ്രെയിനാണ് ഗ്രേഡ് 1. അതുപോലെ തന്നെ നമ്മുടെ മെനിസ്കസിന് ചെറിയൊരു ഇഫ്യൂഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ ജോയിൻ്റ് ഇടയ്ക്കിന് ഒരു നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അതിനോട് ഒരുപാട് നിന്ന് പ്രഷറായപ്പോഴത്തേക്കും നല്ലൊരു നെയ്യപ്പം പോലെ ഒരു നീരൊക്കെ ആയി കൊണ്ട് നടന്നു. അങ്ങനെ ഫൈനലി നമുക്ക് തൊടുപുഴ ഹോസ്പിറ്റലിൽ ആയുർവേദ ഹോസ്പിറ്റൽ സ്പോർട്സുകാർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. സ്പോർട്സുകാർക്ക് മാത്രമല്ല, ജോയിൻ്റ് അല്ലെങ്കിൽ കാലിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മുടെ സ്പോർട്സ് മെഡിസിൻ ആയുർവേദ തൊടുപുഴയിലുള്ളത്. ഇവിടെ ഡെയിലി നമ്മൾ ബെഡിൻ്റെ പേയ്മെൻറ്റ് 50 റുപ്പീസ്, പിന്നെ പുറത്തുനിന്നുള്ള മെഡിസിൻസ്, പിന്നെ നമുക്ക് ധാര കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചൂർണ്ണം മേടിക്കാനുള്ളതിൻ്റെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ പൈസ ഒക്കെ തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഉള്ളത്. സോ അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി രാവിലത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് മുതൽ എനിക്ക് പുതിയ ട്രീറ്റ്മെൻറ്റാണ് തുടങ്ങുന്നത്. ഇത്രയും ദിവസം 2 ദിവസം എനിക്ക് ഫസ്റ്റ് ഡേയിൽ നവധാന്യം അല്ലല്ലോ, ധാന്യങ്ങളിട്ട വെള്ളം വെച്ചിട്ടുള്ള ധാരയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അത് 2 ദിവസത്തെ സംഭവങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എനിക്ക് തുടങ്ങിയിരിക്കുന്നത് പുതിയ ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്നത്തെ എങ്ങനെയൊക്കെയാണെന്നും അറിയത്തില്ല. സോ രാവിലെ പല്ലൊക്കെ തേച്ച് റെഡിയാവാനുള്ള പരിപാടിയിലാണ് ഞാൻ. ഇവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് രാവിലെ നമുക്കിന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടായിരുന്നത്, റവ ഉപ്പുമാവ്. സൂചി ഗോതമ്പിൻ്റെ പുട്ട് ഉപ്പുമാവ് ഒക്കെ തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വിളിച്ചില്ല ഇതുവരെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് വരെ കുറച്ച് നേരം ഇനി റെസ്റ്റാണ്, റെസ്റ്റോട് റെസ്റ്റ്. അങ്ങനെ അവസാനം ഞാൻ കാത്തിരുന്ന വിളി അത് വന്നു. അപ്പോൾ ബക്കറ്റും എണ്ണയും ബാൻഡേജും ഒക്കെ ഞാൻ തലേന്ന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇന്ന് എണ്ണയുടെ പരിപാടികളാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എണ്ണയും കാര്യങ്ങളും ഒക്കെ എടുത്ത് റെഡിയായിട്ട് വേഗം ചെല്ലാൻ പറഞ്ഞു. സോ ഞാൻ വേഗം ഹറിബറിയിൽ ബാൻഡേജും എണ്ണയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ യാത്രയാവുകയാണ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിലോട്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരതൊന്നും പുറത്തേക്ക് വീഡിയോ ഒന്നും എടുക്കത്തില്ല. ചൂട് എണ്ണ വെച്ചിട്ടുള്ള ചെറുതായിട്ട് തിരുമ്മിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ചെയ്തത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. ഉള്ളിൽ ക്യാമറ ഒന്നും കൊണ്ടുപോയില്ല. അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ ഏകദേശം വരുന്ന എണ്ണയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞത് ഞാൻ ഇറങ്ങി. ഇനി നേരെ റൂമിലേക്ക് പോകണം. റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ലതുപോലെ വെള്ളം കുടിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇനി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. ധാരയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴാണ് ഇതാണ് നമുക്കിനി അടുത്ത വാങ്ങാനുള്ളത്. ഈ ചൂർണ്ണം നമ്മൾ വാങ്ങിയിട്ട് കൊടുത്താലാണ് നമ്മുടെ മുട്ടിലിടാനുള്ളതാണത്. അപ്പോൾ ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോകണം.
അപ്പം ഞാനതിനിതുവരെ പോകാൻ റെഡിയായില്ല. എണ്ണയൊക്കെ ആയിട്ട് വന്നതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇനി അത് വാങ്ങാൻ പോകാൻ. ഇതാണ് എൻ്റെ നെയ്യപ്പം വലിപ്പത്തിലുള്ളൊരു നീര്. മുട്ടിന് തൊട്ട് താഴെയായിട്ടാണ് ഈ നീര് വരുന്നത്. ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുറവ് വരാനുള്ളതായിട്ടുള്ള സമയമായിട്ടില്ല. നമ്മൾ കൊളാജൻ്റെയും വിറ്റാമിൻ ഡിയുടെ എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന ഗുളിക നമ്മൾ പുറത്തുനിന്ന് വാങ്ങി തന്നെ സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കാനുണ്ട് രാവിലെയും വൈകിട്ടും. സോ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയമാണിപ്പോൾ. രാവിലത്തെ ഗുളിക കഴിക്കുക ഇച്ചിരി ലേറ്റായി. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗുളിക ഈ ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുട്ട വലുപ്പത്തിലാണ് ഓരോ ഗുളികയുള്ളത്. തൊണ്ടയിൽ കൂടെ ഇറങ്ങുമോ എന്ന് തന്നെ സംശയമായിപ്പോവും. ഓരോ ഗുളിക ഇറങ്ങുമ്പോഴത്തേക്കും നെഞ്ചത്തൊരു വേദനയാണ്. എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ 3 പീരങ്കി പോലത്തെ ഗുളികയെല്ലാം വിഴുങ്ങി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചൂർണം പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഈ ചൂർണം വാങ്ങിക്കഴിഞ്ഞാലാണ് എൻ്റെ മുട്ടിനത് ഇടാൻ പറ്റുള്ളൂ. സോ ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് വരാം. പണ്ടെൻ്റെ കോട്ടയം ഹോസ്റ്റലിലെ റൂംമേറ്റായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ മേറ്റായിട്ടാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ വന്നു. ഉച്ചയ്ക്ക് കഞ്ഞിയും പയറുമാണ് കഴിക്കാൻ. ഉച്ചയ്ക്കും വൈകിട്ടും കഞ്ഞിയും പയറുമാണ് കഴിക്കാൻ. ഇനി കഞ്ഞിയും പയറും കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. കഞ്ഞിയും പയറും കുടിച്ചിട്ട് മരുന്ന് വാങ്ങാൻ പോകാമെന്ന് കരുതി റെഡിയായി. കഞ്ഞി കുടിച്ചു. ഇനി മരുന്ന് വാങ്ങാൻ വേണ്ടി പോകണം. ഇപ്പം തന്നെ കുറച്ച് താമസിച്ചു. ഇനി മരുന്നിട്ട് 2 മണിക്കൂറിന് ശേഷം മാത്രമേ കഴുകി കളയാൻ വേണ്ടി പറ്റുള്ളൂ. പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ ഉള്ളത്. അപ്പോൾ നമുക്ക് വേഗം പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം. അങ്ങനെ ചടചടയെന്ന് മരുന്നൊക്കെ വാങ്ങി പൈസ എല്ലാം കൊടുത്തു. 2 പാക്കറ്റിലാണ് വരുന്നത്. അങ്ങനെ ചൂർണവും കാര്യങ്ങളൊക്കെ നേരെ വാങ്ങി. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കാലിലിടാനുള്ള ചൂർണം കൊണ്ടുവരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഇവിടെ ചെറിയൊരു പ്രിപ്പറേഷൻ ചെയ്യണം. കട്ടിലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് എനിക്ക് നടുവിനും 2 മുട്ടിനുമാണ് ഈ ചൂർണം ഇടുന്നത്. സോ അതിനുള്ള പരിപാടിയും കൂടെ നമുക്ക് സെറ്റാക്കാം. അപ്പോഴത്തേക്ക് അവർ കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ ഏകദേശം സമയം 1:45. അത് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ 2 മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മളത് ഇട്ടിട്ട് ഇരിക്കണം എന്നാണ്. സോ നമുക്ക് ഈ കട്ടിലൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ആ ഷീറ്റൊക്കെ വിരിച്ച് നമുക്കൊന്ന് പ്രിപ്പയർ ആവാം. ഹോസ്പിറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയാനുള്ളവർ വേണ്ടുന്നവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ടും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്, എനിക്ക് റിസൾട്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യം കൂടി ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനത്തെ കാത്തിരുന്ന പുള്ളിക്കാരത്തി വന്നു. നമ്മുടെ ഇൻ്റർനാഷണൽ പോൾ വാൾട്ട് പ്ലെയറാണ് നമ്മുടെ അവിടെ ഇരുന്ന് ചോറിനോട്ടിരിക്കുന്നത്. ഞാനും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ലെഫ്റ്റ് ലെഗിനാണ് എനിക്ക് കൂടുതൽ പ്രശ്നമുള്ളത്. സ്വെല്ലിങ്ങും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടത്തെ കാലിലും ഇപ്പോൾ സപ്പോർട്ട് കൊടുത്ത് ഇടത്തെ കാലിൻ്റെ മുട്ടിനും ചെറിയ ഇളക്കവും കാര്യങ്ങളൊക്കെ ആയി ജോയിൻറ്റിന്. അപ്പോൾ അങ്ങനെ നടുവിനും എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി വൈകിട്ട് അത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മുടെ കഷായം വന്നു. കഷായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ അടുത്തതെന്ന് പറയുന്നത് കുളിയാണ്. കുളിക്കാൻ വേണ്ടി പോകണം. കുളിക്കാൻ വേണ്ടി പോയിട്ട് വേഗം വരാം. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. കാരണം ഇത് ഉരച്ച് കളയാൻ ഭയങ്കര പാടാണ്. ഇതാണ് നമ്മുടെ ഡിന്നർ കഞ്ഞിയും പയറും ഒക്കെ വന്നു. ഇത് റിപ്പീറ്റഡ് സൈക്കിളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കഴിഞ്ഞു. വൈകിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിരുന്നു കുറച്ച് നേരം റൂമിനകത്ത് തന്നെ ഇരുന്നിട്ട്. അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ബൈ ബൈ.